ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പതിവ് പോലെ ചോദിക്കുകയാണ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ വറ്റൽമുളകാണ്. ഈ വറ്റൽമുളക് നമ്മൾ ഉണക്കി നമ്മൾ നല്ല ഈ ക്രിസ്പി ആയിട്ട് നമ്മൾ ഉണക്കിയൊക്കെ കഴിയുമ്പോൾ നല്ല ഒടിയുന്ന സൗണ്ട് പോലെ കേൾക്കുമല്ലോ, ആ മാതിരി ഇരിക്കാനായിട്ട് നമ്മളൊരു സിപ്പ് ലോക്ക്, ഇതുപോലൊരു സിപ്പ് ലോക്ക് കവറിൽ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പലർക്കും അറിയായിരിക്കും, അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സിപ്പ് ലോക്ക് കവറിൽ വെച്ച വറ്റൽമുളകും അല്ലാത്ത വറ്റൽമുളകും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. ഇത് നമ്മുടെ സിപ്പ് ലോക്ക് കവറിൽ വെച്ചിട്ടുള്ള വറ്റൽമുളകാണ്. ഇത് ഞാൻ ഒടിച്ച് കാണിക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. നമ്മൾ ഒടിച്ചപ്പോൾ നല്ല സൗണ്ടോട് കൂടിയാണിത് ഒടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അല്ലാത്ത വറ്റൽമുളക്, ഞാൻ അല്ലാതെ വെച്ചിട്ടുള്ള വറ്റൽമുളക് കാണിച്ചത്, ഇത് അല്ലാതെ വെച്ചിട്ടുള്ള വറ്റൽമുളകാണ്. കണ്ടോ, ഇത് എത്ര ആക്കിയാലും ഒടിയത്തില്ല. കണ്ടോ, ഒരുമാതിരി ചതഞ്ഞ മാതിരി ഇരിക്കുന്നുണ്ട്. കണ്ടോ കണ്ടോ അപ്പം ഇത് നമ്മുടെ സിബ്ലോക്ക് കവറിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ ഉണക്കിയ പഴുത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിബ്ലോക്ക് കവറിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു. Thank you for watching. Please like and subscribe.